നാമം മഹത്വപ്പെടുമാറാകട്ടെ. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് അവൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റും കർത്താവ് തീമതിലായിരിക്കുമെന്നുള്ള ഈ വാഗ്ദത്തം ഏറ്റവും വിശ്വാസത്തോടെ സ്വീകരിക്കുക. ഇതിൻ്റെ 2-ാം ഭാഗം പറയുന്നുണ്ട്, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും. നമ്മളുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം മുഴുവനും അതിൻ്റെ മഹത്വം ദൈവത്തിന് നമ്മൾ കൊടുക്കുമ്പോൾ ദൈവമായിരിക്കണം നമ്മളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ സ്വന്തം ബുദ്ധിയിലല്ല, ദൈവത്തിൻ്റെ ആലോചനയിൽ വേണം ചെയ്യുവാൻ. അങ്ങനെ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംരക്ഷിക്കുന്നതിനും നമ്മുടെ എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ കൃപയും ഉണ്ടായിരിക്കും. ഈ മനോഹരമായ ദിവസത്തിൽ കർത്താവ് തന്നെ നമുക്ക് ചുറ്റും സംരക്ഷകനും തീമതിലായിട്ടും ഇരിക്കുമ്പോൾ ദൈവത്തിന് സകല മഹത്വവും കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് താഴ്മയുള്ളൊരു ഹൃദയമുണ്ടാകണം. ഈ വചനത്താൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.